കാരണം കല്യാണം ഇറ്റ്സെൽഫ് അത് നമ്മളുടെ കയ്യിലുള്ളൊരു കാര്യമല്ല. കാരണം എവിടെയോ ഇത്രയും കോടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് എവിടെയോ ഇരിക്കണ ഒരു പാർട്ട്ണറെ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ നമ്മളെ മുമ്പിൽ വരെയും അങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ, ഒരു റിലേഷനാണ് കല്യാണം എന്ന് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ട് അതിനുശേഷം കുട്ടികളുണ്ടാവുന്നത് അതും നമ്മളുടെ കയ്യിലല്ല. എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയും ശ്രമിക്കുകയും ആ ഒരു എക്സ്പെക്റ്റേഷനിലേക്ക് ഇരിക്കുമെങ്കിലും എപ്പോഴാണ് ആ ഒരു മാജിക് മൊമെന്റ് നടക്കുക ലൈഫിൽ എന്നുള്ളത് അത് ആർക്കും അറിയുന്ന കാര്യമല്ല. ചിലവർക്കത് പെട്ടെന്ന് നടക്കും, ചിലവർക്കത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും, ചിലവർക്ക് നടക്കില്ല. അപ്പോൾ എന്ന് വെച്ചിട്ട് ദാറ്റ്സ് നോട്ട് എൻഡ് ഓഫ് എ ലൈഫ്. കല്യാണം കഴിഞ്ഞ് നമ്മുടെ പാർട്ട്ണറായിട്ട് നമ്മൾ ഓക്കെയാണ്, പടത്തിൽ പറയണവരാണെങ്കിൽ തമ്മിൽ ഇടയിൽ ലവ് ഉണ്ടെങ്കിൽ ബസ് ബ്യൂട്ടിഫുൾ ആണ് ലൈഫ്. അതിനിടയിൽ കൊട്ടിയും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ബോണസ്, അത്രേ ഉള്ളൂ. ബട്ട് ദാറ്റ്സ് വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി. കുട്ടികൾ അത് ഇല്ലാത്തവർക്ക് അത് അവരുടെ വിഷമം, ഉള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റിയും സംഭവങ്ങളൊക്കെ. എന്നിട്ട് ഇതിനൊക്കെ വളർത്തി വലുതാക്കി നാളെ നമുക്ക് നമ്മളുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ചാണെങ്കിൽ എന്താണ് എല്ലാവരും കുട്ടികളെ വളർത്തണം എന്തിനാണ്? നാളെ വയസ്സാകുമ്പോൾ നമ്മൾ നോക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളെല്ലാവരും വളർത്തുന്നത് അല്ലേ? ബട്ട് ഈ കുട്ടികൾ വയസ്സാകുമ്പോൾ നമ്മളടുത്തിരുന്ന് നമ്മളെ നോക്കുന്നു വല്ല ഉറപ്പുണ്ടാ? ഇല്ല. ഉണ്ടെങ്കിലും തന്നെ അത് എക്സ്പെക്റ്റ് ചെയ്യണതും ശരിയല്ല. എൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണലി അത് ശരിയല്ല. കാരണം ആ കുട്ടീനെ വളർത്തേണ്ടത് നമുക്ക് മാത്രം ഉപകാരപ്പെടാനില്ല, ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു മോട്ടീവിലായിരിക്കണം വളർത്തേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ അതിനകത്ത് ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ്, അതായത് നിങ്ങളെ അങ്ങനെ വളർത്തിയതാണ്, ഇങ്ങനെ വളർത്തിയതാണ്, തലയിൽ വെച്ച പേനരിക്കും, താഴെ വെച്ച ഉറുമ്പരിക്കും എന്നൊക്കെ പറഞ്ഞ് വളർത്തിയതാണ്, അതുകൊണ്ട് വയസ്സാകുമ്പോൾ നമ്മളെ നോക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് അവരെ പിടിച്ച് നമ്മളെ തിരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ക്രൈം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം അവർക്ക് ഒരുപാട് ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യാണ്ടാവും. അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ മാക്സിമൈസ് ചെയ്തിട്ട് വേണം അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി, ഒരു നല്ലൊരു ഇൻഡിവിജ്വൽ ആവാൻ വേണ്ടി. ബട്ട് നമ്മളുടെ ഇടയിൽ, നമ്മളുടെ വീട്ടിൽ അവരെ ഈ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞ് അവരെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ശരിക്കും അത് ഇഷ്ടമല്ല. ആക്ച്വലി അതൊരു സെൽഫിഷ്നെസ് ആണ്. ഇഷ്ടമുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് അവരുടെ പാട്ടിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നോക്കാതിരിക്കണം അവരുടെ ഇഷ്ടം. അത് നിങ്ങൾ നല്ല രീതിയിലാണ് അവർ അപ്ബ്രിങ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടൈം ആകുമ്പോൾ എന്തായാലും അവരെന്തായാലും നോക്കിയിരിക്കും. ബട്ട് എനി ടൈം നിങ്ങളെ കൂടെ തന്നെ ഇരിക്കണം, നിങ്ങളെ കൂടെ തന്നെ വേണം, നിങ്ങളെ വീട്ടിൽ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാറ്റ്സ് നോട്ട് ഫെയർ.